എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഫ്ജി നഗരത്തിലൂടെ ഒരു യാത്രയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഈ കഫ്ജി നഗരത്തിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സൗദി കുവൈറ്റ് ബോർഡറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ കഫ്ജിയുടെ കാഴ്ചകളൊക്കെ കണ്ടത്. ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സൗദി അറേബ്യയിലെ പല സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നി. അതേപോലെ തന്നെ ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കഫ്ജി സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സൈഡ് ബീച്ചാണ്. ഇവിടുത്തെ ബീച്ച് വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബീച്ചിൻ്റെ ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ തന്നെ നമുക്കൊരു ബുഹാരി റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അൽഫാമൊക്കെ ഓർഡർ ചെയ്തു. അതങ്ങനെ അങ്ങ് ഫുഡൊക്കെ കഴിക്കുകയാണ്. അഫ്ഗാനികളുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവരൊരു വലിയ പ്ലേറ്റിലൊക്കെയാണ് റൈസൊക്കെ തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ഭംഗിയായിരുന്നെന്നറിയാം. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. കഫ്ജി സൗദി അറേബ്യയുടെ പ്രധാന എണ്ണ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഇത് സൗദി അറേബ്യയും കുവൈറ്റുമായിട്ട് റോഡ് മാർഗം അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. 1991 ഗൾഫ് യുദ്ധത്തിൽ, അതായത് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ കഫ്ജി ഒരു നിർണായക സ്ഥലമായിരുന്നു. കുവൈറ്റ് പിടിച്ചടക്കിയ ശേഷം ഇറാഖി സൈന്യം സൗദി അറേബ്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഒരു പ്രധാന സ്ഥലമായിരുന്നു കഫ്ജി. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ സൗദി സഖ്യസേന നഗരം പിടിച്ചടക്കുകയും ഇറാഖി സൈന്യത്തിന്റെ കടന്നുകയറ്റം തടയുകയും ചെയ്തു. ഇത് ഗൾഫ് യുദ്ധത്തിൽ ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. ഇന്ന് കഫ്ജി ഒരു പ്രധാന എണ്ണ വ്യവസായ കേന്ദ്രമായി മാറി. അതിനിടയിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മൾക്കിട്ട് ഒരു ചെറിയ പണിയൊക്കെ തന്നു. നമ്മുടെ റൂട്ടൊക്കെ തെറ്റിച്ച് കളഞ്ഞു. നമ്മൾ മര്യാദയ്ക്ക് സിറ്റി ടൂർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒന്ന് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തൂടെയൊക്കെ പോയി. ഇതാണ് ആ പോയ സ്ഥലങ്ങൾ. ഇതതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അതുവഴിയൊക്കെ ഇങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ഹോട്ടലാണ് ശരിക്കും തപ്പി നടക്കുന്നത്. എവിടെയാണ് ഹോട്ടൽ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. ഇവിടെ എവിടെയോ ഹോട്ടലുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നത്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ഒരു സിറ്റി ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ കാഴ്ചകൾ എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഫ്ജി കോർണിഷ് ആയിരുന്നു. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ആ ബീച്ചിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇടുന്നത്. നമ്മളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് വീഡിയോ. അപ്പോൾ നമുക്ക് കാണുന്നവർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് അൽ മുഹൈദബ് റെസിഡൻസ് എന്നായിരുന്നു. ഹോട്ടലിൻ്റെ ലോബിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ കാണുന്ന ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. ടിൻ ബെഡിൻ്റെ ഒരു റൂമായിരുന്നു. നല്ല അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരുന്നത്. ഒരു ചെയറും ടേബിളും ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, ടേബിളുണ്ട്, വാഷ് ബേസിനൊക്കെ ഉണ്ടൊക്കെ. പിന്നെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ്. നല്ല ഒരു പോസിറ്റീവ് വൈബുള്ള റൂം അല്ലേ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണ്ടേ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒരു മെയിനായിട്ട് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഹോട്ടലിൻ്റെ റിവ്യൂ ഒന്നും അല്ലല്ലോ മെയിനായിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ട്രാവൽ കണ്ടൻറ്റാണ്. അപ്പം ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതുകൂടാതെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നതും കൂടെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കഫ്ചി കോർണിഷ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനൊക്കെ എടുത്തേക്കാണ്. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മൾ നേരെ പോകണം. നമ്മൾ സാധാരണ സൗദി അറേബ്യയിലെ കെട്ടിടങ്ങളൊക്കെ കാണുന്ന പോലെയല്ല ഈ ഒരു സ്ഥലത്തെ നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് തോന്നിയത്. ശരിക്കും നമ്മുടെ നാട്ടിലെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, അതേപോലെയാണ് തോന്നിയത്. നല്ലൊരു ഭംഗിയുള്ളതാണ് നമുക്ക് കണ്ടിട്ട് തോന്നിയത്. ശരിക്കും നമ്മൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിലാണ് ഈ കഫ്ചി കോർണിഷിൻ്റെ കാഴ്ചകൾ വരുന്നത്. നോക്കി, ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ബീച്ചിൻ്റെ ഭംഗി. ഇതിൻ്റെ വീഡിയോകളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത വീഡിയോയിലാണ് ആ ഒരു ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.